സമകാലിക ലോകത്തിൽ എല്ലാ ഏകാധിപത്യ സ്വേച്ഛാ വാഴ്ചയ്ക്കുമെതിരായ പ്രതിഷേധ ജ്വാല തെളിയിക്കപ്പെട്ടത് ക്യാമ്പസുകളിൽ നിന്നാണ്. കേരളത്തിലും ക്യാമ്പസുകൾ സമരോത്സുകമായപ്പോൾ അതിൻ്റെ എതിർസ്ഥാനത്ത് പിണറായി വിജയൻ സർക്കാർ വന്നു ചേർന്നു. ലോ അക്കാദമി ദുർവിനിയോഗം ചെയ്യുന്ന ഭൂമി തിരിച്ചുപിടിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു പിണറായി. ക്യാമ്പസിൽ പൊലിഞ്ഞു വീണ ജിഷ്ണു പ്രണോയുടെ വീട്ടിലെങ്ങും പോകാൻ നേരം കിട്ടിയില്ലെന്ന് പറയാനുള്ള ധാർഷ്ട്യം കാട്ടി പിണറായി. ലക്ഷ്മി നായർ പക്ഷ നിലപാടുകൊണ്ട് സ്വയം അപഹാസ്യനായി പിണറായി. കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയാണ് അടയാളം ആദ്യം. ടെലിവിഷൻ സെലിബ്രിറ്റി എന്ന നിലയിൽ ലക്ഷ്മി നായർ പ്രിൻസിപ്പാളായ ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി പ്രശ്നങ്ങൾക്ക് സവിശേഷ ശ്രദ്ധ ലഭിച്ചു. എന്നാൽ ഈ സമര മുന്നേറ്റങ്ങളുടെ എല്ലാം തുടക്കം പാമ്പാടി നെഹ്റു കോളേജിൽ പൊലിഞ്ഞു വീണ ഒരു ജീവനാണ്. ജിഷ്ണു പ്രണോയ് എന്ന 18-കാരൻ്റെ ദുരൂഹ മരണം. സമകാലിക കോലാഹലങ്ങൾക്കിടയിൽ ഓർക്കണം ആ കേസിന് പിന്നെ എന്ത് സംഭവിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ എന്ത് ചെയ്തു? ഇല്ല. ജിഷ്ണു പ്രണോയിയുടെ ഈ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നില്ല. ജിഷ്ണുവിൻ്റെ അമ്മ ആഗ്രഹിച്ചിട്ടും അവർ അത് തുറന്നാവശ്യപ്പെട്ടിട്ടും. ഞാനവരെ കാല് പിടിക്കുന്നേ എൻ്റെ മോനെ നീതിമായി തരണം. അത് മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് എൻ്റെ മോനെ നീതിമായി തരണം. അപ്പം ചെറിയ മോനല്ലേ, ചെറിയ മോന, മുട്ട പോലത്തെ ഹൃദയമുള്ള ചെറിയ മോന. അപ്പോൾ ആ മോനെ നീതിമായി തരേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇല്ല. തൃശൂർ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ 1-ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണു പ്രണോയ് ഏറ്റവും ആരാധിച്ച രാഷ്ട്രീയ വ്യക്തിത്വം പിണറായി വിജയൻ്റേതായിരുന്നു എന്നതാണ് ദുരന്ത വൈരുദ്ധ്യം. അയാൾ കാര്യമായിട്ട് ഇപ്പോൾ രണ്ട് ദിവസം മുന്നാണ് ഇതിനെപ്പറ്റി ഒന്ന് പറയുന്നത്. നെഹ്റു കോളേജും നടപടി ശരിയല്ലെന്ന് പറഞ്ഞു. എൻ്റെ ഒന്നും ഇയാൾ പ്രതികരിച്ചില്ല. ഞാനും എൻ്റെ മോനും തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഇടയ്ക്ക് 2-3 മാസം മുമ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാൻ ഞാൻ അച്യുതാനന്ദ ആളായിരുന്നു. ഇവൻ പിണറായി അങ്ങനെ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ ഒരു ദിവസം ഇവൻ പറഞ്ഞു, ആ ചാതാവൻ എന്തെന്ന്, അവർ പ്രായമായില്ല, അവർ ടൈം കഴിഞ്ഞില്ല. അപ്പം ഞാൻ പ്രായമുള്ളതിനെ കൊണ്ട് അങ്ങനെ കുറേ ദിവസം പറഞ്ഞ് ഞാൻ അവന് 2 മാസം മുന്നേ. എന്നിട്ടും പിണറായി വിജയൻ പറഞ്ഞു ജിഷ്ണുവിൻ്റെ വീട്ടിൽ പോകാൻ നേരമില്ലെന്ന്. പിന്നെ മറ്റു തിരക്കുകൾക്കിടയിൽ അവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇന്നും കാണാൻ കഴിയും. അതാണ് ഇയാൾ ഈ ജിഷ്ണു മോൻ ഇത്രയും ആദരിക്കുന്ന ഒരു നേതാവായിരുന്നു കേരളത്തിൽ. അതുകൊണ്ട് അയാളൊന്നും വന്നില്ല. അതിൽ വളരെയേറെ വിഷമമുണ്ട്. ജിഷ്ണു പിണറായിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഇപ്പം തന്നെ ഇപ്പം അടുത്ത് ഇവിടെ മനുഷ്യച്ചങ്ങലയിൽ പൂ എടുക്കുകയെല്ലാം ഞാനും ഉണ്ടായിരുന്നു. പിന്നെ മറ്റു തിരക്കുകൾക്കിടയിൽ അവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇന്നും കാണാൻ കഴിയും. എന്ത് തിരക്ക് തന്നെ വന്നാലും അയാളൊരു ഫോൺ കോൾ, ഈവൺ ഒരു ഫോൺ കോൾ അയ്യനോ അശോകനോ വിളിച്ച് ഇവിടെ എൻ്റെ പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങളുള്ളതാണ്, ഏതെങ്കിലും സമയത്ത് ഞാൻ വരും, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഈ കേസിനെ പറ്റി പേടിയും പേടിക്കണ്ട, നമ്മുടെ ഗവൺമെൻറ് നിങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ സമാധാനമായിരുന്നു. സർക്കാർ ധനസഹായത്തിന്റെ കണക്ക് പറഞ്ഞ് വാർത്താസമ്മേളനം നടത്തിയ മുഖ്യമന്ത്രിയോടും ഈ കുടുംബം രോഷം പൂണ്ടു. ഒരു കുട്ടി ആത്മഹത്യ ചെയ്താലുണ്ടാകുന്ന ആ കുട്ടിയുടെ അമ്മയുടെ വേദന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അത് വെച്ച് അവർക്ക് 10 ലക്ഷം രൂപ സർക്കാർ തീരുമാനിച്ചു. ഇവിടെ ഉള്ള മന്ത്രി എന്ന നിലക്ക് TP രാമകൃഷ്ണ വീട്ടിൽ പോയി അത് കൊടുക്കുകയും ചെയ്യും. സഹായം ചെയ്യുന്നവർ എന്ത് ചെയ്യാം? 10 ലക്ഷം രൂപ അത് സഹായം. എൻ്റെ മോൻ്റെ വില 10 ലക്ഷം. ഈ പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് വരാൻ ഏറെ മന്ത്രിമാരുടെ വാഹനം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ട്. അയാൾ ഇതുവരെ ഇവിടെ എത്തിയില്ല. ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാർ കോടിയേരി വന്നിട്ടുണ്ട്, എല്ലാ നേതാക്കന്മാരും വന്നിട്ടുണ്ട്. സഹായം അല്ല വേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എനിക്ക് ഏറ്റവും വേണ്ടത് അതാ. എൻ്റെ മോൻ ഒരുപാട് സമയം അടന്ന് ഒരുപാട് പീഡനം എല്ലാം അനുഭവിച്ച് എല്ലാം ശരിക്കും കൊല ചെയ്ത് വെച്ച്. അപ്പോൾ അങ്ങനെയുള്ള മോനെ സഹായത്തെക്കാട്ടും
മുഖ്യമന്ത്രി എന്ത് ഇടപെട്ടിട്ട് ഓരോ സ്വന്തം മോനാന്ന് വിചാരിച്ചോട്ടെ, ഓരോ സ്വന്തം പൊന്നു മോനാ അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെ 4 ആളെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുത്തരണം. എനിക്ക് അതാ വേണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സഹായം. എനിക്ക് ഏറ്റവും വലിയ സഹായമാണ് അത് ചെയ്യുന്നത്. പിണറായി വിജയനിലുള്ള പ്രതീക്ഷാനഷ്ടം വളരെ വലുതായിരുന്നു. ജിഷ്ണുവിൻ്റെ അമ്മ 3 വട്ടം മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടും ഒരു മറുപടി പോലും കൊടുത്തില്ല. 4ാം വട്ടം മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തയക്കേണ്ടി വന്നു ഈ അമ്മയ്ക്ക്. അത് 3 പ്രാവശ്യം അയച്ച്, അപ്പോൾ അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. 4ാമത്തെ പ്രാവശ്യമാണ് തുറന്ന കത്തയച്ചത്. അത് ഞാൻ തന്നെ പറഞ്ഞു, മകേഷിനെ കൊണ്ട് ഞാൻ അയച്ചു. അതെല്ലാം അങ്ങനെ എല്ലാം അറിയട്ടെ, മുഖ്യമന്ത്രി അറിയട്ടെ. അതെ, ആ സഹോദരിയുടെ കത്ത് ഞാൻ കണ്ടു. അവരെ ആ വിവരം അറിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവരാവശ്യപ്പെടാതെയോ ആരും ആവശ്യപ്പെടാതെ സർക്കാരിൻ്റെ ഒരു നിലപാട് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. മുഖ്യമന്ത്രി എന്ത് ഇടപെട്ടിട്ട് ഓരോ സ്വന്തം മോനാന്ന് വിചാരിച്ചോട്ടെ, ഓരോ സ്വന്തം പൊന്നു മോനാ അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെ 4 ആളെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുത്തരണം. എനിക്ക് അതാ വേണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സഹായം. എനിക്ക് ഏറ്റവും വലിയ സഹായമാണ് അത് ചെയ്യുന്നത്. മകൻ മരിച്ച് 1 മാസം പിന്നിടുമ്പോഴും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് വിമുക്തരാകാത്തവരാണ് കോഴിക്കോട് വളയം അശോകനും മഹിജയും. ആ 28 ദിവസവും ഈ അമ്മ ഭക്ഷണം പോലും കഴിക്കാണ്ട് കിടക്കുന്നുണ്ട് എൻ്റെ മോനെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി എല്ലാവരും ഇടപെട്ടിട്ട് എൻ്റെ മോന് നീതി വാങ്ങിത്തരണം. ഇവരേത് കൊമ്പന്മാരായാലും ഏതുമില്ല, ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതാണ് എനിക്ക് ചെയ്തു തരേണ്ടത്. ഞാൻ ഇപ്പോൾ ഉറങ്ങാറില്ല. കയറി വന്ന് 2 മണിക്കൂർ, അവർ 1:45 വരെ തിരിഞ്ഞ് വന്നത്. പിന്നെ ഉറങ്ങി 4 മണി കയറി വന്നിട്ട് ഞാൻ 2 മണിക്കൂറിലപ്പുറം ഉറപ്പ് വരുന്നു. അവളാണ് തിരിയുക. അവൻ്റെ അമ്മ 6-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് അങ്ങനെ ഭക്ഷണം ചോറ് തിന്നു. എന്തായാലും ശരി, ഇതുവരെ ഭക്ഷണം കഞ്ഞീൻ്റെ വെള്ളം കുടിക്കുവാണെന്നാണ് വെള്ളം കുടിച്ചില്ല. ഞാൻ തന്നെ കൂടി അവരെല്ലാവരും പ്രശ്നമായിപ്പോൾ ഞാൻ പിന്നെ ഞാനാണ് കുറച്ച് ചിന്തിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് ഞാൻ ഓക്കെ ആയിരുന്നു, ചിലപ്പോൾ ടൈം എനിക്കും ശരിക്കും നിൽക്കാൻ തന്നെ പറ്റും. ജിഷ്ണുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണവും ഈ കുടുംബത്തിന് സമാശ്വാസമേകുന്നതല്ല. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ അന്വേഷണ ടീമിനെ തന്നെ നിയോഗിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പ്രത്യേകിച്ച് ആരും ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന കാര്യമല്ല, ഇതെല്ലാം സർക്കാർ തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. നമ്മളെ മോൻ പാവം ഒരു മോനാ, ചെറിയ മോനല്ലേ. 18 വയസ്സ് പൂർത്തിയാവുമെന്ന് വെച്ചാൽ ഫെബ്രുവരി 11 അവൻ്റെ പിറന്നാൾ. അപ്പം എത്ര ചെറിയ മോനാ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സർക്കാർ കാര്യമായി ഇടപെട്ട് എൻ്റെ മോനെ ചെയ്തോരാ, അവനെ കൊല ചെയ്തതാ. അപ്പോൾ ഓല നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നവരെ ഞങ്ങൾ ഈ നാട്ടുകാർ പോരാട്ടം തുടർന്നു പോകും. അത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായ ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണൻ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലും ജിഷ്ണു പരീക്ഷാ ഹാളിൽ നോക്കിയെഴുതി എന്നെഴുതിയത് ഈ കുടുംബത്തെ ഖിന്നരാക്കുന്നു. ഈ കുട്ടി മരിച്ചതിന് ശേഷം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് കോപ്പി അടിച്ച് രണ്ടാമത് കുട്ടി ആത്മഹത്യ കുറിപ്പ് എഴുതി. ഇതെല്ലാം പറഞ്ഞ് നമുക്ക് യാതൊരു കാരണവും ഇത് ന്യായീകരിക്കണമില്ല. പഠിപ്പിൻ്റെ കാര്യത്തിൽ 35 കുട്ടികൾ ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാവരോടും ചോദിച്ചു. അപ്പം എന്നോട് കോപ്പി എടുക്കേണ്ട അവസരമില്ല, എന്തായാലും നല്ലോണം ഞാൻ പഠിക്കുമായിരുന്നു, അവൻ പഠിക്കുമായിരുന്നു. ഒരു 3 കുട്ടി എന്നോട് സെപ്പറേറ്റ് ആ റൂമിൽ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു, എന്തെങ്കിലും സ്കൂളിൽ വെച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അവനോട് ജിഷ്ണുവിന് അവിടെ ചില കുട്ടികൾ മോനുകുട്ടി എന്ന് വിളിക്കുന്നുണ്ട്.
അതിനാണ് മോനോട്ടോട് ചോദിച്ചിട്ട് ഞങ്ങൾ ക്ലിയർ ആക്കേണ്ടതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരു പേരെടുത്ത വിദ്യാർത്ഥിയാണ്. ഈ കമ്പ്യൂട്ടർ രംഗത്ത് പ്രവൃത്തി പരിചയമേളയിൽ കോഴിക്കോട് ജില്ലയിൽ 1ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അടിസ്ഥാനത്തിൽ അവന് ഫസ്റ്റ് റാങ്ക് കിട്ടുമായിരുന്നു. പക്ഷെ അവന് പനി കാരണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെറിയ അസുഖം ജലദോഷം ഉള്ളതുകൊണ്ട് 2ാം റാങ്കിലേക്കുണ്ട്. അവൻ പഠിച്ച വിദ്യാലയങ്ങളെല്ലാം ടോപ്പ് മാർക്കുമായി ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്വഭാവത്തിനുള്ളില്ലേ. സ്വാശ്രയ കൊലാലയങ്ങളിലെ ഇടിമുറികളിൽ എതിർശബ്ദങ്ങളുടെ വരിയുടയ്ക്കുന്നതിൻ്റെ ഇരയായിരുന്നു ജിഷ്ണു. ഇവൻ അതിൻ്റെ ആവശ്യമില്ല, അത് കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. എന്തോ ചെറിയ തെറ്റ് പ്രകാരമെന്ന് വെച്ചാൽ ഇവനെ അങ്ങനെ ചെയ്തതാണ്. ഒരു പരീക്ഷ മാറ്റി വെച്ചതിനെ വേണ്ടി അത് ശരിയാണ്, അവൻ പ്രതികരിച്ചിട്ടുണ്ട്. അതാണ് ഇവനെ ഈ കൊല ചെയ്യാനുള്ള കാരണം. പരീക്ഷ മാറ്റി വെച്ചതിന് വേണ്ടി പ്രതികരിച്ചത് അത് കറക്റ്റാണ്. അത് ഏഷ്യാനെറ്റ് ന്യൂസിനോടും പിന്നെ പരീക്ഷാ കൺട്രോൾക്കും ഫേസ്ബുക്ക് അയച്ചിട്ടുണ്ട്, കറക്റ്റാണ്. നെഹ്റു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലു, ഡിസിപ്ലിനറി ഓഫീസർ ഗോവിന്ദൻകുട്ടി, PRO സഞ്ജിത് വിശ്വനാഥൻ, അധ്യാപകൻ പ്രവീൺ എന്നിവർക്ക് നേരെയാണ് സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ നീണ്ടത്. ഇതിൽ PRO സഞ്ജിത് വിശ്വനാഥനെയാണ് ഏറ്റവും ദുഷ്കീർത്തിയുള്ള വിദ്യാർത്ഥി പീഡകനായി വിദ്യാർത്ഥികൾ വിശേഷിപ്പിക്കുന്നത്. ഇവനെ കോപ്പി അടിച്ചിരുന്നു പണ്ട്. ഇവനെ കൊണ്ടുപോയി ഒരു ഇടിമുറി എന്ന് പറയുന്ന മുറിയിൽ കൊണ്ടുപോയിട്ട് മാരകമായി മർദ്ദിച്ചവശനാക്കി. ഈ ഇവിടെ ഒരു സെൻറ്റിമീറ്ററുള്ള ഒരു മുറിയുണ്ട്, അതുപോലെ രക്തപ്പാടുകൾ, കാലിൻ്റെ അടിയിൽ രക്തം കട്ട പിടിച്ച് നിൽക്കുന്നു. ഇത്തരമുള്ളൊരു കുട്ടീനെ മാരകമായിട്ട് അവർ മർദ്ദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒന്ന് മാനസികമായിട്ട് പ്രയാസം ഉണ്ടായതിന് ശേഷമാണ് അവൻ കുട്ടികളുള്ള റൂമിൽ വന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, അതുകൊണ്ട് ഞാൻ കുളിക്കട്ടെ എന്ന് പ്രഷാട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പോയത്. മരിക്കും മുൻപ് ജിഷ്ണുവിന് മർദ്ദനമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. എന്നാൽ PG വിദ്യാർത്ഥിക്ക് പകരം പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നുവെങ്കിൽ കൂടുതൽ തെളിവ് കിട്ടിയേനെ എന്ന് വീട്ടുകാർ പരിഭവിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ അതിൽ അവരെന്തൊക്കെ കളിച്ചിട്ടുണ്ട്. ഒരു PG വിദ്യാർത്ഥിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. പിന്നെ ഇവിടുത്തെ പരിക്കൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അവനെ എടുത്ത് കിടത്തുമ്പോൾ അവിടെ എവിടെയും തട്ടിപ്പോയി, അവിടെയും തട്ടിപ്പോയി, ഇവിടെയില്ല, എങ്ങനെ മുറിയും എന്തെന്നാണ് ഇവർ പറയുന്നത്. ഇല്ല, 3 പേരാണ് അവർ കിടത്തിയത്. ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസിന്റെ FIR-ൽ ജിഷ്ണുവിനെ കോളേജ് മാനേജ്മെന്റ് പീഡിപ്പിച്ചതിനെക്കുറിച്ച് പരാമർശം പോലുമില്ല. ഇപ്പോഴത്തെ അന്വേഷണ സംഘവും സമൂർത്തമായ നിഗമനങ്ങളിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഭിത്തികളിൽ രക്തപ്പാടുണ്ടായിരുന്നു, രക്തത്തിൻ്റെ പാടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പോലീസ് നിലമടക്കിയ രക്തപ്പാടെല്ലാം തുടച്ചായിരുന്നു. അപ്പം അതെല്ലാം വ്യക്തമായ തെളിവുകളാണ്, അത് വ്യക്തമായ തെളിവുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ പിടിച്ച് ചോദ്യം ചെയ്യാം. പിന്നെ ഈ കുട്ടിക്ക് അപകടമുണ്ട്, മൂക്കുമിൽ അപകടമുണ്ട്. മൂക്കുമിൽ ഇവിടെ ഇങ്ങനെ ഒരു കലയുണ്ട്. അത് കുട്ടി പോസ്റ്റ്മോർട്ടം മരിക്കുന്നതിൻ്റെ മുന്നിട്ട് ഉള്ള സംഭവമാണ്. അതുപോലെ കയ്യിലും കാലിലെല്ലാം പാടുകളുണ്ട്. അതൊന്നും ഒരു വ്യക്തമായ രൂപത്തിൽ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല. നെഹ്റു ഗ്രൂപ്പിന്റെ ചെയർമാൻ കൃഷ്ണദാസ് സ്വാധീന ശക്തി ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കുമോ എന്നാണ് എല്ലാവരും ആകുലപ്പെടുന്നത്. ഒരെല്ലാ തെളിവും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം പണം കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാ തെളിവും നശിപ്പിച്ചിട്ട് എൻ്റെ മോനെ വെറും ഒരു ഇതായിട്ട് ചിത്രീകരിക്കുക ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മോൻ അങ്ങനെയല്ല. എൻ്റെ മോൻ പാവ മോൻ, ഒരു തെറ്റും ചെയ്യാതെ മോനാണ്. അപ്പോൾ ഇവരേത് ശക്തിയായാലും അതെനിക്ക് ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് എനിക്ക് ഓരോ നേരെ നല്ല നീതിമായി തരണം എൻ്റെ മോന് വേണ്ടിയിട്ട്. 28 ദിവസമായില്ലേ ഇപ്പോൾ. ജിഷ്ണുവിന്റെ മരണത്തിന് പിന്നാലെ നെഹ്റു കോളേജിന്റെ ചില്ലുമേടകൾ തച്ചു തകർക്കപ്പെട്ടു. ചങ്ങലക്കിട്ട വിദ്യാർത്ഥി വിലാപങ്ങൾ ഭീതിയുടെ ചുറ്റുമതൽ ഭേദിച്ച് പുറത്തു വന്നു. അങ്ങനെ അക്രമം പോലും വിപ്ലവാത്മകമായി.
സ്വാശ്രയ കോളേജുകളിലെ ഇടിമുറികൾ പൊതുസമൂഹത്തിന് മുൻപിൽ അനാവൃതമായി. ഇവൻ എന്നോട്, എൻ്റെ ഒരു കൂട്ടുകാരെ ഒറ്റപ്പാലത്തുണ്ടായിരുന്നു, അവൻ എന്നോട് പറഞ്ഞ് അത് കോളേജല്ല, കോളേജിൽ നിന്ന് ഇപ്പം വേറെ നെഹ്റു കോളേജിൽ നിന്നല്ല പറയും, അവിടെ ഞങ്ങൾ ആ ഏരിയയിലെ ആൾക്കാർ കോളേജിൽ നിന്നാണ് അവിടെ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു. അന്നും ഞാൻ ഇത്ര ഇത് പറഞ്ഞു. പിന്നെ എൻ്റെ മോൻ ഇവിടെ നിന്നിട്ട് എൻ്റെ അവൻ്റെ 1-2 കൂട്ടുകാരോട് പറഞ്ഞു അവിടെ ശരിയല്ല, പട്ടാള രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അതൊന്നും അവരെന്നോട് ഇപ്പം ലാസ്റ്റാണ് എന്നോട് ഇക്കാര്യമല്ല അവർ പറയുന്നത്. ജിഷ്ണു ഏറ്റവും സ്നേഹിച്ച പിണറായി വിജയൻ ജിഷ്ണുവിൻ്റെ മരണത്തിൽ നിസ്സംഗനായതോടെ എല്ലാവരും ഭീതിയുടെ അതീന്ദ്രിയ തലങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അവനെപ്പറ്റി ഒരു കുറ്റം പറയാൻ നാട്ടുകാർക്ക് ഉണ്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കുട്ടിയെ ദ്രോഹിച്ച് അവൻ്റെ മരണത്തിന് കിടവരുത്തിയ ആ കോളേജ് അധികൃതരെ രക്ഷപ്പെടുവാൻ പോകുന്നില്ല. നിയമത്തിന് മേലെ അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ ഏതെങ്കിലും ഒരു ജനകീയ കോടതിയിൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. എൻ്റെ മോനെ ഈ പരുവത്തിലാക്കിയ ഇവരില്ലേ ദൈവത്തിൻ്റെ അടുത്ത് നോക്കി ശിക്ഷ കിട്ടും, അത് ഉറപ്പായി അമ്മ പറയുന്നു. അമ്മ നെഞ്ഞ് തട്ടി പറയുന്നതാ, ഒരു കിട്ടും, എന്തായാലും കിട്ടും. ഒരു വിധത്തിലല്ലേ വേറെ വിധത്തിലുള്ള കുടുംബവും കാര്യങ്ങളല്ലേ. എൻ്റെ മോനെ എല്ലാം പറഞ്ഞ പോലെ വയ്യ, ഒരുപാട് പ്രാവശ്യം കരഞ്ഞ് പറഞ്ഞതല്ലേ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട്. ടെലിവിഷൻ സെലിബ്രിറ്റിയായ ലക്ഷ്മി നായർ പ്രിൻസിപ്പാളായ ലോ അക്കാദമിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിഞ്ഞതോടെ ജിഷ്ണുവിൻ്റെ കേസിൽ ജാഗ്രതയുള്ള പൊതുക്കണ്ണ് നഷ്ടമായി. പക്ഷേ ഓർക്കണം, എല്ലാ സമരമുന്നേറ്റങ്ങൾക്കും ആരംഭം ജിഷ്ണുവിൻ്റെ ജീവനഷ്ടമാണ്. എല്ലാ തിരക്കുകളും ഒഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഓർക്കണം ചില ജീവത്യാഗങ്ങൾ ലോകക്രമം തന്നെ മാറ്റിമറിച്ച സമകാലിക വിപ്ലവങ്ങളെക്കുറിച്ച്. ഐതിഹാസികമായ ദളിത് സമരത്തിന് വേദിയായ പ്രോജ്വല പോർഭൂമിയാണ് പത്തനംതിട്ടയിലെ ചെങ്ങറ. അവിടെ മറ്റൊരു ഭൂസമരത്തിൻ്റെ കാഹളം കഴിഞ്ഞ ദിവസം മുഴങ്ങി. ദളിത് നേതാവ് ജിഗ്നേഷ് മെവാനി നേതൃത്വം നൽകുന്ന ചലോ തിരുവനന്തപുരം എന്ന സമര മുന്നേറ്റത്തിൻ്റെ ഔപചാരിക പ്രഖ്യാപനം. കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിണാമത്തിൽ ദിശാസൂചകമായിരിക്കും ചലോ തിരുവനന്തപുരം. ഇന്ത്യയിലെ ജനകോടികളായ ആദിവാസികൾക്ക് ജിഗ്നേഷ് മേവാനി ചെങ്ങറയുടെ മണ്ണിൽ ഈ സ്വപ്നഭൂമിയിലേക്ക്, ഈ വിശുദ്ധ മണ്ണിലേക്ക്. സാമൂഹിക രോഷത്തിന്റെ ആലയിൽ സമരാഗ്നിയിൽ ചുട്ടെടുത്തതാണ് ചെങ്ങറ എന്ന അടരിടം. 2007 ഓഗസ്റ്റ് 4-നാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭൂരഹിതർ പത്തനംതിട്ട ചെങ്ങറയിലെ പാട്ടക്കാലാവധി കഴിഞ്ഞ ഹാരിസൺ എസ്റ്റേറ്റിൽ കുടിൽക്കെട്ടി സമരം തുടങ്ങിയത്. ഭരണകൂടത്തിന്റെ ഭീഷണിയെയും CPIMന്റെ ഉപരോധ പ്രതികാരത്തെയും നേരിട്ട് ഇന്നും ചെങ്ങറയിൽ ഒട്ടേറെ മനുഷ്യർ സമരജീവിതം നയിക്കുന്നു. LDFും UDFും മാറി മാറി അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നതുവരെ മനുഷ്യനെന്ന് പോലും പരിഗണിക്കാതെ ഒരു പറ്റം ജനങ്ങൾ ഈ ചെങ്ങറയിൽ താമസിക്കും. അവർക്ക് ഈ 10 വർഷം കൊണ്ട് വോട്ട് ലിസ്റ്റോ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡോ റേഷൻ കാർഡോ ഇതൊന്നും ലഭിക്കാതെ പട്ടിണിയുടെ പരിവട്ടത്തിൽ ഏതാണ്ട് 1 വർഷവും 3 മാസക്കാലവും തുടർച്ചയായി ഉപരോധം നടന്നപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ പലരുടെ ഭാഗത്തു നിന്നും പ്രായം ചെന്നവരും ചെറുപ്പക്കാരും അവരുടെ ഉണ്ടായിസത്തിന് അവർ പിടിച്ചുകൊണ്ടുപോയി മാന്യമായി ഉപദ്രവിക്കുകയും അതിനുശേഷം രോഗികളായി ഈ സമരഭൂമിയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. 2014 1495 സമരഭടന്മാർക്കായി ചെങ്ങറ പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും വാസയോഗ്യമല്ലാത്ത ഭൂമി കൊടുത്ത് സർക്കാർ വീണ്ടും ദലിതരെ വഞ്ചിച്ചു. ആയിരത്തി 495 പേരുടെ ലിസ്റ്റാണ് സർക്കാരിന് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാസയോഗ്യമായ ഭൂമി കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ ജനങ്ങൾ പോയി. കാട്ടാന വസിക്കുന്ന മേഖല, വന്യമൃഗങ്ങൾ വസിക്കുന്ന മേഖലകളായതുകൊണ്ട് മറ്റിതര പ്രദേശങ്ങളിൽ പോകാതെയിരുന്നു. പക്ഷേ അത്തരം ജനങ്ങൾ ഇന്ന് 10 വർഷം കൊണ്ട് ഈ സമരമുഖത്ത് കുടിലുകെട്ടി ജീവിച്ച മനുഷ്യർ ജീവിതവും സമരവും മുന്നിൽ കണ്ടുകൊണ്ട് അവരൊരുപോലെ ജീവിച്ചു വരികയാണ്. പല്ലും നഖവുമുള്ള പോലീസിനെ കൊണ്ട് സമരത്തെ നേരിടുമെന്ന് LDF ആക്രോശിച്ചപ്പോൾ കപടഹാസം കൊണ്ട് ചെങ്ങറ പാക്കേജിനെ അട്ടിമറിച്ചു UDF.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആ LDF സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ആ പാക്കേജിൽ ആ ഊഴം കഴിഞ്ഞ് അടുത്ത UDF ഗവൺമെൻറ് വന്നിട്ട് പോലും ഞങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ശാശ്വതമായ ഒരു പരിഹാരങ്ങളും ഒരു ആവശ്യങ്ങളും ഉന്നയിക്കാതെ ഞങ്ങൾ അനവധി നിവേദനങ്ങളും പരാതികളും ഞങ്ങൾ കൊടുത്തിട്ട് പോലും അതിന് യാതൊരു പ്രയോജനവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഭരണകൂടത്തിൽ നിന്ന് മാനുഷിക പരിഗണന പോലും ലഭിക്കാതെ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട് ഇന്നും സമരജീവിതം തുടരുന്നു ചെങ്ങറക്കാർ. ഇവിടെ ബോർവെൽ അടിച്ചു തരാം, പോരാന്നുണ്ടെങ്കിൽ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഇവിടുന്ന് ADM വരെ തിരിച്ചുപോയി. ഇവിടെ യാതൊരു വിധമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായം ചെന്നവരും വളരെയേറെ കഷ്ടത അനുഭവിക്കുന്ന ഈ സമൂഹത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ചെങ്ങറയുടെ സമരവീരം കെട്ടടങ്ങാത്ത ഒരു പറ്റം ജനങ്ങൾ ഇതിനകത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ അവർ നോക്കിക്കണ്ടാൽ കൊള്ളാം. പാറപ്പുറമ്പോക്കും ആനത്താരയും പട്ടയഭൂമിയായി കൊടുത്ത സർക്കാർ വഞ്ചനയ്ക്കെതിരെ രോഷത്തിന്റെ കനലാളലുമായി ജീവിക്കുകയാണ് ഇന്നും സമരക്കാർ. ഞങ്ങൾ മനുഷ്യനായി പരിഗണിച്ചുകൊണ്ട് ഈ ചെങ്ങറ സമരഭൂമിയിലെ സമരഭടന്മാർക്ക് അവരുടെ താൽക്കാലിക ആവശ്യങ്ങൾ, അതായത് കക്കൂസ്, കുടിവെള്ളം, വൈദ്യുതി, വീട്, കറണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടു നമ്പർ, റേഷൻ കാർഡ് എന്നിവ സാധനങ്ങൾ നൽകി ഞങ്ങളും ഒരു മനുഷ്യനായി പരിഗണിക്കാൻ ഇവിടുത്തെ സർക്കാരുകൾ അത് മുന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇനി ഞങ്ങളുടേതായ നിലപാടിൽ ഞങ്ങളുടെ സമരവീര്യം കെട്ടടങ്ങിയിട്ടില്ല. അത് തുടർന്നും ആവശ്യം വരും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ ചെങ്ങറ സമരത്തിൽ കൂടി പാക്കേജ് പ്രഖ്യാപിച്ച് പട്ടയം മേടിച്ചപ്പോൾ അന്ന് ആദ്യത്തെ പട്ടയം മേടിക്കുന്ന സ്ത്രീ അവരുടെ ഇടത് കൈയിൽ ഒരു പട്ടയം ഉയർത്തിപ്പിടിച്ചിരുന്നു. 18 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഈ പട്ടയം ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വലത് കൈകൊണ്ട് വീണ്ടും അടുത്ത പട്ടയം മേടിക്കുന്ന പട്ടികജാതിക്കാർ. ഏറ്റവും കൂടുതൽ പട്ടയ വിതരണം നടന്നത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരുന്നപ്പോഴാണ്. ഇതിനിടെ ഉണ്ടായ മനുവാദികളുടെ രക്ഷകർത്തൃത്വ നീക്കത്തെയും ഭീതിയോടെയാണ് ദലിതർ കാണുന്നത്. നിൽപ്പ് സമരം ജാനുവിൻ്റെ നേതൃത്വത്തിൽ നടന്നു. അവരെ വഞ്ചിക്കപ്പെട്ടു. അവരെ ഇവിടെ ഇപ്പം BJPയുടെ നേതൃത്വത്തിൽ ആദിവാസികളുടെയും ഭൂരഹിതരുടെയും പട്ടികജാതിക്കാരുടെയും മൊത്തവും ഭൂസമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യാൻ അവർ താല്പര്യപ്പെട്ടു, ജാനുവിനെ കൈക്കലാക്കിക്കൊണ്ട്. ഇതിൽ കൂടി ഇനിയും കൂടുതൽ നടത്താൻ പോകുന്ന എന്താണ്? പട്ടികജാതിക്കാരനെ വഞ്ചിക്കുന്നതിനും അവരുടെ ഭൂസമരങ്ങളെ അട്ടിമറിക്കുന്നതിനും തകർക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമമല്ലേ BJP നടമാടിക്കൊണ്ടിരിക്കുന്നത്? ഈ സാഹചര്യത്തിലാണ് ചെങ്ങറയിൽ വെച്ച് നടന്ന ഒരു സമരപ്രഖ്യാപനം ചരിത്രപ്രധാനമായത്. കേരളത്തിലെ ദലിത് രാഷ്ട്രീയത്തെ സമരോത്സുകമാക്കും ജിഗ്നേഷ് മേവാനി നേതൃത്വം നൽകുന്ന ചലോ തിരുവനന്തപുരം. ഏപ്രിൽ ആദ്യവാരം കാസർകോട്ട് നിന്ന് ആരംഭിക്കുന്ന സമരജാഥ മാർച്ച് അവസാനത്തോടെ തിരുവനന്തപുരത്ത് അവസാനിക്കും. ദലിതർക്ക് കൃഷിഭൂമി നൽകുക, ജാതി കോളനികൾ തകർക്കുക എന്നിവയാണ് ചലോ തിരുവനന്തപുരത്തിന്റെ മുദ്രാവാക്യങ്ങൾ. The whole dominance of upper caste people in rural pockets is primarily because of their control of land. In India, who will become land owner and who will remain landless is designed by caste. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയെങ്കിലും സവിശേഷമായ ജാതി ഘടന മൂലം പാട്ടക്കാർക്കും വാരക്കാർക്കും താഴെയുള്ള യഥാർത്ഥ കർഷക തൊഴിലാളിക്ക് കൃഷിഭൂമി കിട്ടിയില്ല. ഇന്നും 77.9% ദലിതരും ജാതി കോളനികളിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴത്തെ LDF സർക്കാരും 3 സെന്റ് കൊണ്ട് ദലിത് ഭൂപ്രശ്നത്തെ നേരിടാനാണ് ശ്രമിക്കുന്നത്. And Modi not giving land is quite understandable. He stands for corporate companies. But those who are claiming to create a casteless, classless society, those who are claiming to be radical and progressive, those who are claiming to, Marx, those who are using the name of Karl Marx himself has wrote in a civil war in France that land reforms are vital for the mankind. What CPM is doing? NDA ക്യാമ്പിലെത്തിയ CK ജാനുവിനെ മുൻനിർത്തി ദലിത് ഭൂപ്രശ്നം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന BJPയെ ഇവർ പരിഹസിക്കുന്നു. So Modi ji first give land to Dalits in Gujarat. Thousands and thousands of acres of lands have been allotted to Dalits in Gujarat. But even after decades, it has remained only on paper. Actual physical possession is not given. Sanad is not handed over. Land measurement is not carried out. Modi ji has always been most desperate to sell off the Gujarat to Adani, Ambani and SR, to handful of corporate companies. No one is more desperate than Modi to hand over all the resources of Gujarat and the entire nation to corporate giants like anything. മുത്തങ്ങയും ചെങ്ങറയും അടക്കമുള്ള ഒട്ടേറെ സമരഭൂതലങ്ങളിലെ പരാജയ പാഠങ്ങളിൽ നിന്നാണ് പുതിയ ദലിത് പ്രക്ഷോഭം ഉരുവാകുന്നത്. കേരളത്തിലെ 58% ഭൂമിയും കുത്തകകളുടെ കൈവശമാണ് എന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരിക്കപ്പെട്ട കണക്ക്.
ദലിത് ഭൂപ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ചലോ തിരുവനന്തപുരം ദീപ്തമായ പ്രതീക്ഷയാണ്. നൈതികതയാണ് രാഷ്ട്രീയത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത്. നീതിയുടെ വ്യവഹാരത്തിലെ സന്തുലിതാവസ്ഥയ്ക്കായി നടക്കുന്ന പോരാട്ടമാണ് ആത്യന്തികമായി രാഷ്ട്രീയം. ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയായി അടയാളം ഇനിയും തുടരും.